ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും വെയിറ്റ് ലോസ് നന്നായിട്ട് പോകുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു നിഗമനം. അപ്പോൾ എല്ലാവരും കണ്ടിന്യൂ ചെയ്യുക, ഗീവ് അപ്പ് ചെയ്യാതിരിക്കുക. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മൾ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എടുക്കണം എന്ന് പറഞ്ഞു. ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എടുക്കുന്നതിന് മുന്നേ അതിൻ്റെ അതെന്താണെന്നൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു കാര്യം നമ്മൾ കേൾക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ എടുത്ത ഒരു മെത്തേഡ് 16/8 എന്ന് പറയുന്ന ഒരു മെത്തേഡാണ് ഞാൻ എടുത്തത്. അതിലൊരുപാട് വേറെ വേറെ മെത്തേഡ്സ് ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അത് ഏതൊക്കെ മെത്തേഡ്സ് ആണെന്ന് നിങ്ങൾക്ക് അറിയാനൊരു ക്യൂരിയോസിറ്റി ഉണ്ടായിരിക്കും. അത് എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലേക്ക് പറയുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ 12/12 ആണ് കേട്ടോ. ഇത് ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആണ്. 12 അവർ നമ്മളെ ഈറ്റിംഗ് വിൻഡോവും 12 അവർ എന്ന് പറയുമ്പോൾ നമുക്ക് ഫാസ്റ്റിംഗ് എടുക്കേണ്ട ഒരു സമയമാണ്. ഇപ്പോൾ നമ്മൾ ഷുഗറൊക്കെ ക്രേവിങ്സ് ഒക്കെ ഉള്ള ആൾക്കാരാണ്, ആദ്യമായിട്ടാണ് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു 12/12 ഒന്ന് എടുത്തു നോക്കണം. ഇപ്പോൾ ഞാൻ പറഞ്ഞു, ഫസ്റ്റായിട്ട് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാളാണ്. ഇപ്പോൾ നമ്മൾ ഡയറ്റൊക്കെ എടുക്കാൻ പോവുകയാണ്, വെയിറ്റ് ലോസ് ചെയ്യണം, ഒരു 1-2 ആഴ്ചത്തേക്ക് ഈ ഒരു 12/12 ഒന്ന് ഫോളോ ചെയ്തിട്ട് നമ്മൾ ആ ഒരു ഒരു ഡയറ്റിൻ്റെ ആ ഒരു റൊട്ടീൻ നമ്മൾ കൊണ്ടുവരാൻ വേണ്ടി ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു മെത്തേഡാണ് ഈ 12/12 എന്ന് പറയുന്നത്. എക്സാമ്പിൾ, രാവിലെ 7 മണിക്ക് സ്റ്റാർട്ട് ചെയ്തു, വൈകുന്നേരം 7 മണിക്ക് നമ്മൾ എൻഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ പിന്നെ പിറ്റേ ദിവസം നമ്മൾ 7 മണി സ്റ്റാർട്ട് ചെയ്യുന്നു, 7 മണി എൻഡ് ചെയ്യുന്നു. ഈ 7 മണി വൈകുന്നേരം 7 മണി വെച്ചാൽ നൈറ്റ് 7 മണി കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെ 7 മണി വരെയും നമുക്ക് ഫാസ്റ്റിംഗ് എടുക്കണം. അപ്പോൾ ഈ ഒരു മെത്തേഡ് ഇത് കാഷ്വലി നമുക്ക് ചെയ്യാൻ പറ്റുന്ന, സിമ്പിളായിട്ട് നമ്മുടെ റൊട്ടീൻ അനുസരിച്ചും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ. ഇത് ഭയങ്കര സ്ലോവസ്റ്റ് ആയിട്ടുള്ള ഒരു വെയിറ്റ് ലോസ് ആണ്. പക്ഷേ ഒരു ബിഗിനർ എന്നുള്ള നിലയ്ക്ക് ഇത് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്നേ ഞാൻ പറയുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുവരെ ഡയറ്റ് ഒന്നും എടുത്തിട്ടില്ല എന്നുള്ളവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കണം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ 12/12 ഒന്ന് വെച്ചിട്ടൊന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകും. ഇപ്പോൾ രാവിലെ 7 മണിക്ക് കഴിക്കണം എന്നില്ല, ഒരു 10 മണിക്കോ അല്ലെങ്കിൽ ഒരു 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്താലും 7 മണിക്കുള്ളിൽ ഭക്ഷണം കഴിച്ച് നിർത്തുന്ന ആ ഒരു പാറ്റേണിൽ കൊണ്ടുവരാൻ നോക്കിക്കഴിഞ്ഞാലും നല്ലതാണ്. ഓക്കെ, അതാണ് ഈ 12/12 ആദ്യത്തെ മെത്തേഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറയുമ്പോൾ 14/10 ആണ്. 14 മണിക്കൂർ ഫാസ്റ്റ് ചെയ്യുക, 10 മണിക്കൂർ ഫുഡ് കഴിക്കുക. അതാണ് നെക്സ്റ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, രാവിലെ 10 മണിക്ക് കഴിക്കുന്നു, രാത്രി 8 മണിയാകുമ്പോൾ സ്റ്റോപ്പ് ചെയ്യുന്നു, പിറ്റേ ദിവസം 10 മണിക്ക് നമ്മൾ പിന്നെ റീസ്റ്റാർട്ട് ചെയ്ത് ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്ത് നമ്മൾ എടുക്കുന്ന ഒരു മെത്തേഡാണ്. ഇത് വുമൻസിന് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആയിട്ടുള്ളതാണ്, നമ്മുടെ രീതിക്ക് പറ്റുന്നതാണ്. ഈ ഒരു 14/10 എന്ന് പറയുന്നത് നമ്മുടെ ഹങ്കർ, നമ്മുടെ ഈ വിശപ്പ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. പക്ഷെ വെയിറ്റ് ലോസ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് പാടായിരിക്കും. ഫസ്റ്റിനേക്കാളും കുറച്ചും കൂടെ വെയിറ്റ് ലോസ് ഉണ്ടാവുമെങ്കിൽ കുറച്ചും കൂടെ പാടായിരിക്കും. അതാണ് ഈ സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി 16/8 മെത്തേഡാണ്. ഇതാണ് നോർമലി എല്ലാവരും ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ വെയിറ്റ് ഒരു ബാലൻസ് ആയിട്ട് കൊണ്ടുപോകാൻ, വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ, വെയിറ്റ് പെട്ടെന്ന് കുറയ്ക്കണം എന്നുള്ളവർക്ക് ഈ ഒരു മെത്തേഡ് ഭയങ്കര ഈസിയാണ്. നമ്മൾ ഉച്ചയ്ക്ക് 12 മണിക്ക് ഫുഡ് സ്റ്റാർട്ട് ചെയ്യുന്നു, നൈറ്റ് 8 മണിയാകുമ്പോൾ ഫുഡ് കംപ്ലീറ്റ് ചെയ്യുന്നു. ഈ ഒരു ഡയറ്റും ചെയ്യാം. ഇത് നമ്മളൊരു കാൽക്കുലേഷൻ കൊണ്ടുവരാം. ഇപ്പോൾ 16 മണിക്കൂർ ഫാസ്റ്റ് ചെയ്യണം, 8 മണിക്കൂർ മാത്രമേ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 8 മണിക്കൂർ സെറ്റ് ചെയ്തിട്ട് വെക്കുക. ഇത് നമുക്ക് നല്ല രീതിയിൽ വെയിറ്റ് ലോസ് ചെയ്യും. നമുക്ക് ജിമ്മിൽ പോകുന്നവർക്കും വർക്കൗട്ട് ചെയ്യുന്നവർക്കും പറ്റിയിട്ടുള്ളൊരു കാര്യമാണ്. ലോങ് ടേം ആയിട്ട് നമ്മുടെ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ ഇതിനൊരു ഒരു ഡൗൺ സൈഡ് ഉണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ കുറച്ച് ദിവസത്തേക്ക്, രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ആ ഒരു ടൈം നമ്മൾ ഡെയിലി കഴിച്ച് വരുന്നതുകൊണ്ട് രാവിലെ ആ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യത്തിൽ നമുക്ക് കുറച്ച് ദിവസത്തേക്ക് ഒരു വിശപ്പുണ്ടാവും എന്നുള്ളതല്ലാതെ വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾ ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ബിഗിനർ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സ്റ്റേജ്, ഒരു ബിഗിനർ നമ്മൾ 2 ആഴ്ചത്തേക്ക് ഞാൻ മുമ്പ് പറഞ്ഞ അതൊന്ന് ഫോളോ ചെയ്തിട്ട് 2 ആഴ്ച കഴിഞ്ഞിട്ട് നമ്മൾ അത് ഷിഫ്റ്റ് ചെയ്ത് ഈ ഒരു 16/8 എന്ന് പറയുന്ന ഫാസ്റ്റിംഗ് മെത്തേഡ് ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക. അപ്പം നിങ്ങൾക്ക് എന്താണേലും ഒരു ചേഞ്ച് ഉണ്ടാവും. ഇനി 18/6 ആണ്. അത് കുറച്ചും കൂടെ ഒന്ന് സ്ട്രോങ് ആണ്. 18 മണിക്കൂർ ഫാസ്റ്റ് 6 മണിക്കൂർ കഴിക്കുക എന്നുള്ളത് ഇത് പെട്ടെന്ന് തന്നെ വെയിറ്റ് ലോസ് ചെയ്യും. പിന്നെ ഡെയിലി ഒരു കറക്റ്റ് റൊട്ടീൻ ഫോളോ ചെയ്യുന്നവർക്ക് ഇത് ഓക്കെ ആണ്. അല്ല, ബിഗിനർ എന്ന് പറയുന്നവർക്ക് ഇത് ഓക്കെ അല്ല. അതുപോലെ തന്നെ മോർണിംഗ് ഫുഡ് എന്തായാലും നമുക്ക് കഴിക്കാനേ പറ്റില്ല. കാര്യം
നമ്മൾ ചിലപ്പോൾ ഉച്ചയ്ക്ക് 1 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വൈകുന്നേരം 7 മണിയാകുമ്പോഴത്തേക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യണം. പിന്നെ ഇത്രയും നേരം വിശന്നിരിക്കണം. അപ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇതൊരു എന്താ പറയുക ഇത്തിരി പാടായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാം. അത് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ലെവലിൽ ഡയറ്റ് എടുക്കുന്നവർക്ക് ഓക്കെ ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. ഞാൻ ഈ പറയുന്നതൊന്നും നിങ്ങൾക്ക് ഇങ്ങനെ ഫോഴ്സ്ഫുള്ളി നിങ്ങൾ ചെയ്യണം എന്നല്ല. ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഇങ്ങനെ പല ടൈപ്പ് ഓഫ് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഉണ്ട്. ഇതിൽ ബിഗിനറിന് ചൂസ് ചെയ്യേണ്ടത് ഏതാണ്, ഇപ്പം ഞാൻ ചൂസ് ചെയ്തത് ഏതാണ് എന്നുള്ളൊരു കാര്യം നിങ്ങൾക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഈ 18/6 എന്ന് പറയുന്ന ഫാസ്റ്റിംഗ് മെത്തേഡ്. ഇനി 20/4 എന്ന് പറയുന്ന മെത്തേഡ് ഉണ്ട്. 20 മണിക്കൂർ ഫാസ്റ്റ് 4 മണിക്കൂർ കഴിക്കുക എന്നുള്ളത് അത് ഇച്ചിരിയുടെ ഹാർഡായിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. അത് പെട്ടെന്ന് മുമ്പത്തെക്കാട്ടിലും കുറച്ചും കൂടെ പെട്ടെന്ന് തന്നെ എന്താ പറയുക ഫാറ്റ് ലോസ് ആവും. ഇതിലൂടെ മറ്റേ ഫാറ്റ് ഉള്ളവർക്ക് പറ്റിയിട്ടുള്ള ഒരു മെത്തേഡും കൂടിയാണ്. പക്ഷേ ഇതിൻ്റെ ഒരു ഡൗൺ സൈഡ് എന്ന് പറയുമ്പോൾ നമുക്കിത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പാടാണ്. ഈ 4 മണിക്കൂർ എന്ന് പറയും 4 മണിക്കൂർ നമ്മൾ ഓവർ ഈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ 20/4 മെത്തേഡ് ഞാൻ പറയുന്ന അഡ്വാൻസ്ഡ് ലെവൽ, ഞാൻ ഈ പറഞ്ഞ 16/8 കഴിഞ്ഞിട്ട് അങ്ങോട്ട് പറയുന്ന ലെവൽസ് എല്ലാം ഈ അഡ്വാൻസ്ഡ് ആയിട്ട് ഡയറ്റ് കുറച്ചും കൂടെ ഹൈ ലെവൽ ഡയറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് കേപ്പബിൾ ആയിട്ടുള്ളവർക്ക് എടുക്കാൻ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അല്ലാതെ ഒരിക്കലും ഒരു ബിഗിനർ ഞാൻ ഈ പറയുന്ന എന്താ പറയുക 20/4 80/6 ഇനി പറയാൻ പോകുന്നതൊന്നും ആദ്യമേ എടുക്കാൻ വേണ്ടി ശ്രമിക്കരുത്. ഇനി 1 മീൽ എ ഡേ ഉണ്ട്. ഒരു ദിവസത്തിൽ 1 മണിക്കൂർ മാത്രമേ കഴിക്കാൻ പറ്റുന്നുള്ളൂ എന്നുള്ളൊരു കാര്യമുണ്ട്. ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഒരുപാട് കാലം നിൽക്കൊന്നുമില്ല. പെട്ടെന്ന് നിന്നാൽ തന്നെ നമ്മൾ ഫുഡ് കഴിച്ച് പെട്ടെന്ന് തന്നെ നിർത്തുന്നത് കൊണ്ട് തന്നെ ഇത് നമ്മൾ ഓവർ ഈറ്റ് ചെയ്യും. ഇത് നമ്മൾ തുടർന്ന് കൊണ്ടുപോകാൻ പറ്റില്ല. ഇപ്പോൾ പെട്ടെന്ന് നമുക്കൊരു കല്യാണ ഫംഗ്ഷൻ ഉണ്ട്, നമുക്ക് പെട്ടെന്ന് ഒരു വെയിറ്റ് കുറയ്ക്കണം, പിന്നെ നമുക്ക് പഴയപടി ആയാലും പ്രശ്നമൊന്നുമില്ല എന്നുള്ളവർക്കാണെങ്കിൽ ഇത് ഓക്കെയാണ്. അല്ലാത്തവർ ഇത് ഫോളോ ചെയ്യരുത്. പിന്നെ എന്താ പറയുക, അതും ഞാൻ പറഞ്ഞ പോലെ ഇപ്പം നമ്മൾ മൺഡേ ടു സാറ്റർഡേ വരെ അല്ലെങ്കിൽ സൺഡേ വരെ ദിവസമുണ്ട്. ഇതിൽ ഒരു ദിവസം നിങ്ങൾക്ക് എടുക്കണതിന് പ്രശ്നമില്ല. അല്ലാതെ ഡെയിലി ഈ ഒരു ഫാസ്റ്റിങ് ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഹെൽത്തിനെ നന്നായിട്ട് അത് അഫക്റ്റ് ചെയ്യും. ഫുഡില്ല 1 മണിക്കൂർ കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്ര കഴിക്കാൻ പറ്റും? അതിൽ വളരെ കുറച്ച് മാത്രമേ കഴിക്കൂ. അപ്പോൾ ഫുഡില്ല എന്നുള്ളൊരവസ്ഥയാണ് അത് പറയുന്നത്. അപ്പോൾ ആ 1 മീൽ എ ഡേ വേണമെങ്കിൽ നമുക്കൊരു ചാലഞ്ച് പോലെ ഒരു ദിവസത്തേക്ക് വേണമെങ്കിൽ എടുക്കാം. പക്ഷെ ഞാൻ അതർവൈസ് ഇതങ്ങനെ പ്രിഫർ ചെയ്യുന്ന ഒരു കാര്യമല്ല. അപ്പോൾ ഇതും ഒരു ഫാസ്റ്റിംഗ് മെത്തേഡാണ്. 5:2 എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉണ്ട്. 5:2 എന്ന് പറയുമ്പം 5 ദിവസം നമ്മൾ നോർമലി ഫുഡ് കഴിക്കുന്ന പോലെ കഴിക്കുക. 2 ദിവസം 500 കാലറി ടു 600 കാലറി അതിൻ്റെ ഉള്ളിൽ ഫുഡ് കഴിച്ച് നിർത്താൻ വേണ്ടി ട്രൈ ചെയ്യുക. ഇത് നമുക്ക് കുറച്ചും കൂടെ ഒന്ന് എഫക്റ്റീവ് ആണ് എന്നാണ് എൻ്റെ ഒരു ഇത് പറയുന്നത്. ഈ 5 days എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ വലിച്ചുവാരി കഴിക്കാമെന്നല്ല ഞാൻ പറയുന്നത്. 5 days നോർമൽ നമ്മൾ ഫുഡ് കഴിക്കുന്നത് മീൻസ് ഡയറ്റൊക്കെ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് ഇന്ന ടൈം ഒന്നുമില്ല. ഇപ്പോൾ രാവിലെ തുടങ്ങുന്നു അങ്ങനെ ഒന്നും ടൈമിൽ നമ്മൾ കറക്റ്റായിട്ട് ഫുഡ് കഴിച്ചിട്ട് ബാക്കി 2 ദിവസം കാലറീനെ കൺട്രോൾ ചെയ്തിട്ട് ഫുഡ് കഴിച്ച് നോക്കണം. ഇത് ഹെൽപ്പ് ചെയ്യുന്നത് നമുക്ക് ഡയറ്റ് ഒന്നും എടുക്കാൻ പറ്റാത്ത കുറച്ച് ആൾക്കാരുണ്ട്, ബിസി ഷെഡ്യൂള്, അങ്ങനെയുള്ളവർക്ക് ഇത് എളുപ്പമാണ്. അതുപോലെ ഇത് പെട്ടെന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ കുറച്ച് പാടായിരിക്കും. കാര്യം ബാക്കി 2 ദിവസം 500 കാലറി മാത്രം കഴിച്ച് 2 ദിവസം കഴിഞ്ഞ് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്രേവിങ്സ് ഉണ്ടാവും, ഫുഡ് പിന്നും കഴിക്കണം എന്ന് തോന്നും. അപ്പോൾ അതർവൈസ് ഇത് എനിക്ക് തോന്നി ഇത് അത്യാവശ്യം ഒരു നല്ലൊരു മെത്തേഡാണ് 5:2 എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അടുത്ത മെത്തേഡ് ഓൾട്ടർനേറ്റ് ഡേ ഫാസ്റ്റിംഗ് ആണ്. ഇന്ന് കഴിച്ചു നാളെ ഫാസ്റ്റിംഗ് ആണ്, മറ്റന്നാൾ കഴിച്ചു അതിൻ്റെ പിറ്റന്നാൾ ഫാസ്റ്റിംഗ് ആണ്. അപ്പോൾ ഈ ഒരു മെത്തേഡ് നമുക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. ഇത് നമുക്ക് എനർജി ലോസ് ആവുന്ന കാര്യമാണ്. ഇത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പാടാണ്. പെട്ടെന്നൊരു വെയിറ്റ് ലോസ് വേണം എന്നുള്ളവർ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാം. പക്ഷേ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പാടാണ്, ഓവർ ഈറ്റ് ചെയ്യാനുള്ളത് പാടാണ്. പിന്നെ നമ്മുടെ എനർജി ലോസ് ചെയ്യും. കാര്യം ഒരു ദിവസം ഫാസ്റ്റ് ചെയ്യുമ്പോൾ എനർജി ലോസ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഓൾട്ടർനേറ്റ് ഡേ ഫാസ്റ്റിംഗ് ഒരു ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് മെത്തേഡാണ്. അടുത്തത് 24 hours ഫാസ്റ്റിംഗ് ആണ്. ഇത് ആഴ്ചയിൽ 1 ദിവസം അല്ലെങ്കിൽ 2 ദിവസം എടുക്കാവുന്നതാണ്. ബിഗിനേഴ്സിന് ഭയങ്കര ഹാർഡായിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് എന്ന് പറയുമ്പോൾ 16/8 അല്ലെങ്കിൽ 18/16 എന്ന് പറയുന്ന ആ ഒരു ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എടുക്കുന്നവർക്ക് കുറച്ചും കൂടെ ഒന്ന് എളുപ്പമായിരിക്കും. അപ്പോൾ ഇത്രയാണ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇത് ഇനി ഇത് ആർക്കൊക്കെ സ്യൂട്ടബിൾ ആണ് എന്നുള്ളൊരു ജനറലായിട്ട് ഞാനിത് പറഞ്ഞുതരാം. ബിഗിനേഴ്സിന്
സിമ്പിളായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 12/12 അല്ലെങ്കിൽ 14/10 എന്ന് പറയുന്ന ഫാസ്റ്റിംഗ് നമുക്ക് പ്രിഫർ ചെയ്യാവുന്നതാണ്. ഒന്നെങ്കിൽ ബിഗിനർ ആവുക, അല്ലെങ്കിൽ സിമ്പിളായിട്ട് ഞാൻ ആദ്യം പറഞ്ഞ പോർഷൻ കൺട്രോൾ എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിൽ ഇത് ഇൻക്ലൂഡഡ് ചെയ്ത് നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. ഫാറ്റ് ലോസ് ആണ് ആഗ്രഹിക്കുന്നവർക്ക് 16/8 എന്ന് പറയുന്ന ആ ഒരു ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഫോളോ ചെയ്യാം. പെട്ടെന്ന് എനിക്ക് വെയിറ്റ് കുറയ്ക്കണം അങ്ങനെയുള്ളവർക്ക് 18/6 അല്ലെങ്കിൽ 20/4 എന്ന് പറയുന്ന ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചൂസ് ചെയ്യാം. കുറച്ച് നാളത്തേക്ക് മതി, പെട്ടെന്ന് വെയിറ്റ് കുറയ്ക്കണമെങ്കിൽ 1 meal a day അത് നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ബിസി ലൈഫ് ഷെഡ്യൂളിനാണെങ്കിൽ 5:2 5 ദിവസം നോർമൽ ഫുഡ് കഴിക്കുക, 2 ദിവസം 500 to 600 കാലറിക്ക് ഉള്ളിൽ ഭക്ഷണം കഴിച്ച് സ്റ്റോപ്പ് ചെയ്യുക. ആ ഒരു മെത്തേഡ് ബിസി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്നവർക്ക് ഓക്കെയാണ്. ഇനി ബ്രേക്കിംഗ് പ്ലാറ്റ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വെയിറ്റ് സ്റ്റക്കായിട്ടിരിക്കുകയാണ്, വെയിറ്റ് അങ്ങോട്ട് പോകുന്നില്ല, മുന്നോട്ട് പോകുന്നില്ല. ഇപ്പം ഞാൻ ഇരിക്കുന്ന എൻ്റെ 66 ആണെങ്കിൽ 66 സ്റ്റക്കായി, താഴോട്ട് കുറയുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു 24 hours ഫാസ്റ്റിംഗ് എടുത്തു കഴിഞ്ഞാൽ ആ പ്ലാറ്റ്യൂ ബ്രേക്ക് ചെയ്യുന്നത് നമുക്ക് മാറ്റാൻ വേണ്ടി പറ്റും. അപ്പം അങ്ങനെയുള്ളവർക്ക് അത് ചെയ്യാവുന്നതാണ്. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് എപ്പോഴും 14/10 എന്ന് പറയുന്ന ആ ഒരു മെത്തേഡിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് 16/8 എന്ന് പറയുന്ന അത് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മാക്സിമം നോക്കണം. അപ്പോൾ വെയിറ്റ് ലോസിൽ ഞാൻ 1-2 കമൻസ് പിന്നും കണ്ടായിരുന്നു. പട്ടിണി കിടന്നു, വെയിറ്റ് കുറയുന്നില്ല, എത്ര ദിവസം ഫോളോ ചെയ്തു, പക്ഷേ ഫുഡ് കണ്ടപ്പോൾ കൺട്രോൾ പോയി ഫുഡ് കഴിച്ചു എന്നൊക്കെ ഞാൻ കുറച്ച് കമൻസ് കണ്ടായിരുന്നു. ഞാൻ അവരോട് പറയുന്നത് വെച്ചാൽ കീപ് ഗോയിങ് എന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഇന്നോ നാളെയോ കൊണ്ട് വെയിറ്റ് കുറയില്ല, കൺസിസ്റ്റൻ്റ് ആവണം. നമുക്ക് എന്ത് വേണം, നമ്മുടെ ബോഡിക്ക് എന്ത് വേണം, നമ്മുടെ ബോഡിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നെല്ലാം നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയതിന് ശേഷം ഒരു ഡയറ്റ് പ്ലാൻ ഒന്നെങ്കിൽ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത് ഡയറ്റ് പ്ലാൻ എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡി നമ്മൾ നോക്കിയിട്ട് ഒരു ഡയറ്റ് പ്ലാൻ എടുത്തിട്ട് അതനുസരിച്ചുള്ള ഫുഡ് നമ്മൾ കൺസ്യൂം ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണം. പിന്നെ ഒരു ദിവസം നമ്മളെ കൺട്രോൾ പോയി എന്ന് പറഞ്ഞിട്ട് അത് നിർത്തരുത്. നാളെ ആ ദിവസം അങ്ങ് പോയി, പിറ്റേ ദിവസം അത് കണ്ടിന്യൂ ചെയ്യണം. ഇനി ഒരു ദിവസം റിപ്പീറ്റ് ചെയ്യില്ല എന്നുള്ളൊരു നമ്മളൊരു മോട്ടിവേഷൻ ഒക്കെ എടുത്തിട്ട് നമ്മൾ പിന്നും സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങണം. ചിലപ്പോൾ നമുക്ക് വെയിറ്റ് ലോസ് ഉണ്ടാവാത്തത് ചിലപ്പോൾ നമുക്ക് ഫിസിക്കലി എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവാം. അതൊന്നും നമുക്ക് നമുക്ക് ഡോക്ടറിനെ കൺസൾട്ട് ചെയ്താൽ നമുക്കത് മനസ്സിലാവില്ല. അപ്പം അങ്ങനെയുള്ളവർ എന്തായാലും ഒന്ന് ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ നല്ലതായിരിക്കും. നിങ്ങളൊന്ന് ആദ്യം ഒരു കുറച്ച് സ്റ്റെപ്പായിട്ട് സ്റ്റാർട്ട് ചെയ്യണം. ഒരു 15 days വെയിറ്റ് ലോസ് ചാലഞ്ച് എന്ന് പറഞ്ഞിട്ട് ആദ്യം ഒന്ന് സ്റ്റാർട്ട് ചെയ്യണം. എന്നിട്ട് ആ 15 കുറച്ചും കൂടി ഒന്ന് കൂട്ടണം. അങ്ങനെ കൂട്ടി എപ്പോഴും ആ ഒരു ഡയറ്റിനെ കളയാതെ നമ്മുടെ കൂടെ നിർത്തി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം മാത്രമേ നമുക്ക് മനസ്സിലാൻ പറ്റുള്ളൂ. അല്ലാതെ പട്ടിണി കിടന്നിട്ട് ഒരു കാര്യമില്ല. പട്ടിണി കിടന്നെന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ വെയിറ്റ് കുറയാം, പക്ഷെ അത് ലോങ് ലാസ്റ്റിംഗ് അല്ല. അത് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. അതുകൊണ്ട് അത് ആലോചിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും വെയിറ്റ് ലോസ് ചെയ്ത് പഴയ കോൺഫിഡൻ്റ് ആയിട്ട് തിരിച്ചു വരണം. അപ്പോൾ എൻ്റെ വീഡിയോ ആർക്കെങ്കിലും യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് ഇനി എൻ്റെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുന്നവരേക്കും ബൈ.